ഒന്ന് ഞാൻ പറയാം, എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ സൂചിപ്പിച്ച കാര്യവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ആണ് എന്നെനിക്കറിയാം. അത് സ്വാമിജി സൂചിപ്പിക്കുകയും ചെയ്തു. ഞാനൊരു കാര്യം ആണയിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആരെതിർത്താലും ആരംഗീകരിച്ചാലും എത്ര തോറ്റാലും എത്ര ജയിച്ചാലും ഞാൻ ആദ്യം ആരുടെയൊക്കെ നെറ്റി ചുളുങ്ങിയാലും അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആദ്യം ഒരു ഹിന്ദുവാണ് എന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഹിന്ദുവാണ്, അതിനുശേഷമേ ഞാൻ BJP ഉള്ളൂ. എന്നെ ബാലശാഖയിൽ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് എന്നെ RSSൻ്റെ ശാഖയിലേക്ക് കൊണ്ടുപോയി ആ ശാഖയിൽ ഞാൻ പാടിയ ഉണർന്നുപോയി ഹിന്ദു പൗരുഷം എന്ന ഗണഗീതത്തിൻ്റെ ഈരടികൾ അത് ഈ 62-ാം വയസ്സിലും എൻ്റെ മസ്തിഷ്കത്തിലും മനസ്സിലും തിരയടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പറയുന്ന ഒരു, പ്രത്യേകിച്ച് നമ്മൾ മുഴക്കിയ ഒരു മുദ്രാവാക്യമുണ്ട്, ഗർവ് സെ കഹോ ഹം ഹിന്ദു ഹേ. ഇത് പറയുമ്പോൾ നെറ്റി ചുളിയേണ്ട ഒരു കാര്യവുമില്ല. ഇത് പറയാത്തതാണ് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശോചനീയാവസ്ഥ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എക്സിറ്റ് പോൾ കണ്ടല്ലോ നിങ്ങൾ ഇന്നലെ. ഞാനും എക്സിറ്റ് പോൾ കണ്ടു. ഈ എക്സിറ്റ് പോളിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നത് BJPക്ക് സീറ്റ് കിട്ടും, ബംഗാളിൽ വിജയിക്കും, ആസാമിൽ വിജയിക്കും, ഇതൊക്കെയല്ലേ? പക്ഷെ എക്സിറ്റ് പോളിൽ ഞാൻ ഏറെ ചിന്തിച്ചത്, എക്സിറ്റ് പോളിലെ ചർച്ചയിൽ, ഇന്നലെയും ഇന്നും നടന്ന ചർച്ചയിൽ അവതാരകന്മാരായവരെല്ലാം സൂചിപ്പിച്ചിട്ടുള്ളത്, ഈ കുറി കേരളത്തിൽ സംഘടിതമായ മുസ്ലിം കമ്മ്യൂണിറ്റി UDFനെ സപ്പോർട്ട് ചെയ്തു. മുസ്ലിം മൈനോറിറ്റി വോട്ട് LDFിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം LDFന് കിട്ടിയത് ഇപ്രാവശ്യം UDFന് കിട്ടാൻ പോകുന്നു. ഇതുകൊണ്ടാണ് UDF ജയിക്കുന്നു എന്ന് പറയുന്നത്. രണ്ട്, ഒരു കാരണവശാലും ബംഗാളിൽ BJP ജയിക്കുക അസാധ്യമാണ്. ഏഷ്യാനെറ്റിൻ്റെ വിശാരദൻ്റെ ഇന്നലത്തെ ഭാഷയും മിനിങ്ങാന്നത്തെ ഭാഷയും, കാരണം 90 നിയോജക മണ്ഡലങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമാണ്. അവിടെ എങ്ങനെയാണ് BJP ജയിക്കുക? എക്സിറ്റ് പോളിലെ ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ ശ്രദ്ധിച്ചത് ഈ പോയിൻ്റാണ്. ഒരാൾ പോലും, ഒരു ആങ്കർ പോലും, ഒരു മാധ്യമ വിചാരണ ചെയ്ത ഒരാൾ പോലും, മഹാഭൂരിപക്ഷം കേരളത്തിൽ, മഹാഭൂരിപക്ഷം ഇപ്പോഴും കേരളത്തിൽ ഭൂരിപക്ഷം ഹിന്ദു സമൂഹമാണ്. കേരളത്തിലെ ഹിന്ദു സമൂഹം ആർക്കനുകൂലമായി ചിന്തിക്കുന്നു എന്ന്, ഇന്ന ആൾക്കനുകൂലമായി ചിന്തിക്കുന്നു എന്ന് ഒരു മാധ്യമ വിചാരണയിലും സംസാരിച്ചിട്ടില്ല. അതെന്താ കാരണം? എനിക്ക് തോന്നുന്നു ഈ സമ്മേളനം, ഈ ഹിന്ദു മഹാസമ്മേളനം വിശ്വമാനവികതയെക്കുറിച്ച്, അല്ലെങ്കിൽ ആധ്യാത്മികതയെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ഏറെ ചിന്തിക്കുമ്പോൾ ചുരുങ്ങിയ വാക്കിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഹിന്ദു രാഷ്ട്രീയ ഹിന്ദു ആകുന്നില്ല. കേരളത്തിലെ ഹിന്ദുക്കൾ രാഷ്ട്രീയ ഹിന്ദു ആവണം. രാഷ്ട്രീയ ഹിന്ദു ആവണമെങ്കിൽ ഹിന്ദു MLA അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രീയം പറയണം. ഹിന്ദു ജാതിയ പറയുന്ന ആളുകളുണ്ട്, ഹിന്ദു ജാതിയുണ്ട്, ഹിന്ദു മതമുണ്ട്, ഹിന്ദു മതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഹിന്ദു രാഷ്ട്രീയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രീയം, അത് കേരളത്തിന് അനിവാര്യമാണ്. അത് ചിന്തിക്കാത്തടത്തോളം കാലം എത്ര വിശ്വമാനവീയതയെക്കുറിച്ച് നാം പ്രതിപാദിച്ചാലും, എത്ര
ഹിന്ദുവിൻ്റെ സങ്കടത്തെക്കുറിച്ച് പ്രതിപാദിച്ചാലും നമ്മൾ കേരളത്തിൽ രക്ഷപ്പെടില്ല. ഹിന്ദു പൊളിറ്റിക്സ് ഈ കേരളത്തിൽ ഉണ്ടായേ പറ്റൂ. അതുണ്ടാവണം. അതുണ്ടാവുന്ന ദിവസം ഈ കേരളത്തിലെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഇവിടെ മതേതരത്വം നിലനിൽക്കണമെങ്കിൽ ഹിന്ദു രാഷ്ട്രീയം ഉണ്ടാവണം. ഇവിടെ വികസനം ഉണ്ടാവണമെങ്കിൽ ഹിന്ദു രാഷ്ട്രീയം ഉണ്ടാവണം. ആ ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ ഒരു വാക്ക് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ച ഹിന്ദു MLA. അപ്പോഴാണ് സ്വാമിജി നേരത്തെ പറഞ്ഞ പോലെ കേസ് 4 എണ്ണം. രാത്രി 1:30 മണിക്ക്, തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ആ സമയത്ത് രാത്രി 1:30 മണിക്ക് എൻ്റെ വീട്ടിൽ പോലീസ് വരുമെന്ന് എനിക്കുള്ള അറിവുള്ളത് കൊണ്ട്, ഞാനൊരു വക്കീലായതുകൊണ്ടും പ്രത്യേകിച്ച് ക്രിമിനൽ കേസൊക്കെ നടത്തുന്ന ആളായതുകൊണ്ടും എനിക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായില്ല. എൻ്റെ ഭാര്യയോട് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ എവിടെ? എൻ്റെ ഭാര്യയ്ക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, അവർ ഡോക്ടറാണ്. അവർ പറഞ്ഞു എന്താ സംഭവം, എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അല്ല, അത് അന്വേഷിക്കണം, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വാറണ്ടോ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അതല്ല, ഞങ്ങൾക്ക് ഗോപാലകൃഷ്ണൻ എവിടെ നിന്ന് അന്വേഷിക്കണം. എനിക്കറിയില്ല, 2-3 ദിവസമായി ഇവിടുന്ന് പോയിട്ട്. പിറ്റേ ദിവസം രാവിലെ ഞാൻ താമസിക്കുന്ന സ്ഥലമൊക്കെ തപ്പി നടക്കുകയാണ്. എന്ത് തെറ്റാണ് ഞാൻ പറഞ്ഞതെന്നേ, എന്ത് തെറ്റാണ് ഞാൻ പറഞ്ഞത്? 50 വർഷം, 1, 2, 3, 4, 5 50 വർഷം സാക്ഷാൽ വൈകുണ്ഠനാഥൻ്റെ തിരുനടയിൽ 50 വർഷമായിട്ട് മുസ്ലിം നാമധാരികൾ മാത്രമാണ് MLA. എന്തുകൊണ്ട് ഒരു ഹിന്ദു നാമധാരിയെ പോലും അവിടെ MLA ആക്കുന്നില്ല? ദാറ്റ് വാസ് ഓൺലി ക്വസ്റ്റ്യൻ വിച്ച് ഐ ഫോർവേഡഡ്. എന്തുകൊണ്ടാക്കുന്നില്ല? 50 വർഷം. ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഗുരുവും വായുവും കൂടി സ്ഥാപിക്കപ്പെട്ട മഹാവിഷ്ണുവിൻ്റെ ആ ചൈതന്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗുരുവായൂർ. അവിടെയുള്ള സകലതും, അവിടുത്തെ സാമ്പത്തിക, അവിടുത്തെ സാമൂഹ്യ, അവിടുത്തെ സകലതും ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ 50 വർഷമായിട്ട് ആ ക്ഷേത്രം നിൽക്കുന്ന ഭൂമിയിൽ, ആ പൈതൃക ഭൂമിയിൽ ഈ വിളക്ക് കത്തിക്കുന്നത് ഹറാമാണെന്ന് പറയുന്ന, ഈ ക്ഷേത്രത്തിൽ കൊള്ള ചെയ്യാൻ ബാക്കി എന്തെങ്കിലുമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരാൾ തന്നെ വേണം അവിടെ MLA ആവാൻ എന്ന് ഇടതും വലതും ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയ ഹിന്ദുവിൻ്റെ അപചയമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് ചൂണ്ടിക്കാണിച്ചു, അത്രയേ ഉള്ളൂ. ഞാൻ ഒരാളെയും എതിർത്തിട്ടില്ല. ഞാനൊരു മതത്തിനെതിരായി പറഞ്ഞിട്ടില്ല, ഞാനൊരു ജാതിക്കെതിരായി പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ പൈതൃക ഭൂമിയിൽ ഇക്കുറി 50 വർഷത്തെ പാരമ്പര്യത്തിനപ്പുറത്ത് ഈ പൈതൃക ഭൂമിയിൽ, ഭഗവാന്റെ ഭൂമിയിൽ, ഈ ഗുരുഭവനപുരിയിൽ, ഈ ഗുരുവായൂരിൻ്റെ മണ്ണിൽ ഒരു ഹിന്ദു MLA ഉണ്ടാകണം എന്ന് കർശനമായി ഞാൻ പറയുകയുണ്ടായി. അത് സത്യമാണ്. ഞാൻ ഒരു കാര്യം പറയാം, അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. പോലീസല്ല, പട്ടാളമല്ല, നിയമമല്ല, ഹൈക്കോടതിയല്ല, ആര് പറഞ്ഞാലും ശരി, അതിനകത്തൊന്നും 1 ഇഞ്ച് പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് അന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നും പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളം മുഴുവനും ഇങ്ങനെ ചിന്തിക്കണം. എന്താ ചിന്തിച്ചാൽ കുഴപ്പം? മതമാണ്, മതമാണ്, മതമാണ്. ആ മതമാണ് ഞങ്ങളുടെ മുഖമുദ്ര. ആ മതത്തിൽ 10 വർഷം നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞവനെ ആരും ഒന്നും ചെയ്തില്ല, ആരും ഒന്നും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. VD സതീശൻ്റെ പുതിയ കണ്ടുപിടുത്തം വന്നല്ലോ. എന്താ കണ്ടുപിടുത്തം? ഭൂമി പരന്നതാണ്. അത് ശാസ്ത്രം പറയുന്നതിന് മുമ്പ്. ശാസ്ത്രം മുഴുവനും അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇനി ഈ കേരളം മാത്രമാണ് ഒരു പൊളിറ്റിക്കൽ ഹിന്ദു. ആ പൊളിറ്റിക്കൽ ഹിന്ദുത്വം അത് ഈ മഹാസമ്മേളനത്തിൻ്റെ ഭാഗമാണ്. എന്നേക്കാൾ എത്രയോ നന്നായിട്ട്, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, പക്ഷെ ആധ്യാത്മിക ചൈതന്യം ഉൾക്കൊള്ളുന്ന സ്വാമിജി വളരെ കൃത്യമായി ആ കാര്യം പറയുകയും ഭാരത് മാതാ കി ജയ് എന്ന് നമ്മളെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. എനിക്കുണ്ടായ ഒരു സന്തോഷകരമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ആ പൊളിറ്റിക്കൽ ഹിന്ദു എന്നുള്ളത് എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. പക്ഷെ അതിനെ വെളിയിലേക്ക് കൊണ്ടുവരാൻ ആരെങ്കിലും രംഗത്തേക്ക് ഇറങ്ങണം. എല്ലാവരുടെയും ഉണ്ട്. ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്നലെ തൊഴാൻ വേണ്ടി നിൽക്കുമ്പോൾ, ഞാനിങ്ങനെ തൊഴാൻ വേണ്ടി ആ കൃഷ്ണൻ്റെ അവിടേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന ഒരു വാച്ച്മാൻ
അയാൾ വിളിച്ചു പറയുകയാണ്, തിരുമേനി, നമ്മുടെ ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. നമ്മുടെ ഹിന്ദു MLA, തമാശയായിട്ടാണ് പറഞ്ഞത്, നമ്മുടെ ഗുരുവായൂർ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഇയാളെ ഇങ്ങനെ നോക്കി. ഞാനൊരു തമാശയായിട്ട് പറയുന്നതല്ല, ഞാൻ ചില കാര്യങ്ങളിൽ പെട്ടെന്നൊരു ഒബ്സർവേഷൻ നടത്തുന്ന ഒരാളാണ്, എൻ്റെ ഒരു സ്വഭാവമാണ്. ഞാൻ കണ്ടത് ഇത് പറഞ്ഞേ ഉള്ളൂ. ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി, ഞാനൊരു 6-7 ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ട്. ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ വഴി ഈ മുമ്പിൽ നിന്ന ആളുകൾ അവരെല്ലാവരും മാറിയിട്ട് സാറ് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു മിനിറ്റ് എന്നെ തന്നെയാണോ എന്നറിയാൻ വേണ്ടി നിന്നപ്പോൾ മുമ്പിൽ നിന്ന ആളുകളെല്ലാം ഭഗവാനെ കാണാൻ വേണ്ടി മുമ്പിൽ നിന്ന ആളുകൾ എല്ലാവരും എന്നെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നു. പൂജാരി ഉള്ളിൽ നിന്ന് വന്ന് എനിക്ക് പ്രസാദം തരുന്നു. തിരിച്ച് ഞാൻ ഇറങ്ങുമ്പം അവിടെ ഇരുന്നിരുന്നു, അവിടെ ആ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ ഇരുന്നവർ മുഴുവൻ എഴുന്നേറ്റിട്ട് സാറ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, സാറ് ജയിക്കണം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞവരാണ് എല്ലാം. എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം, ഈ ഇരിക്കുന്ന നമ്മുടെ എല്ലാം, ഇന്നിവിടെ വരാത്തവരായിട്ടുള്ള എല്ലാ ഹിന്ദുക്കളുടെയും മനസ്സിൽ ഒരു പൊളിറ്റിക്കൽ ഹിന്ദു ഉണ്ട്. അത് സ്പാർക്ക് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ കേരളവും മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.